വെൽക്കം ടു ചിനാർ വ്ലോഗ്. എല്ലാവർക്കും ചിനാർ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. റഷ്യൻ സലാഡാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ പണിപ്പുരയിലേക്ക് പോയിട്ട് വരാം, എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഇടാൻ പോകണം. സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്ന ബീൻസ് നമ്മൾ ഇതിനകത്ത് ഇടുന്നു. ഇതൊരു 3 മിനിറ്റ് നേരത്തേക്ക് ബോയിൽഡായി വരേണ്ട താമസമുണ്ട്. അപ്പോൾ നമ്മൾ ബീൻസ് ഇവിടെ വെന്തിട്ടുണ്ട്. സലാഡിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു 30 ഭാഗം മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മളിത് കോരി ഇത് ബോളിലോട്ട് മാറ്റി വെക്കും. അപ്പോൾ നമ്മുടെ റഷ്യൻ സലാഡിന് രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ക്യാരറ്റാണ് ഇടാൻ പോകുന്നത്. ക്യാരറ്റ് ഏകദേശം 2 മിനിറ്റോളം വെന്താൽ മതി. അപ്പോൾ ക്യാരറ്റ് യൂസ് ചെയ്യും. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഇവിടെ പകുതി തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എടുത്ത് ഒരു ബോളിലോട്ട് മാറ്റി വെക്കാം. അടുത്ത നമ്മൾ മൂന്നാമത്തെ രീതിയിലെ പൊക്കറ്റോ ഉരുളക്കിഴങ്ങാണ് നമ്മൾ ഇടാൻ വരുന്നത്. ഉരുളക്കിഴങ്ങ് കുറച്ച് വേഗം നമ്മൾ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഒത്തിരി വെന്ത് പോയിട്ട് എല്ലാവരും ഹാഫ് ബോയിൽഡായിട്ട് നോക്കിയെടുത്താൽ മതി. സലാഡിനായതുകൊണ്ട് നമ്മൾ ഒത്തിരി വേവിച്ചെടുക്കാതിരിക്കുമായിരിക്കും നല്ലത്. അപ്പോൾ ഉരുളക്കിഴങ്ങൊന്ന് വേവിക്കും. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് പൊട്ടറ്റോയിൽ ഹാഫ് ബോയിൽഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ഒരു ബോളിലോട്ട് മാറ്റി വെക്കാം. നമ്മൾ സലാഡിനായിട്ടുള്ള ഓരോ ഐറ്റങ്ങളായിട്ട് മിക്സ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്യാരറ്റ് ഇട്ടു, നെക്സ്റ്റ് ബീൻസ് ഇട്ടു, ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചേക്കുന്നു. ഇതെല്ലാം നമ്മൾ ഹാഫായിട്ട് ബോയിൽ ചെയ്ത് വെച്ചിരുന്ന വെജിറ്റബിൾസ് ആണ്. പിന്നെ നമ്മൾ നേരത്തെ തന്നെ വേവിച്ച് വെച്ചിരുന്ന ബീൻസാണ് അടുത്തിടാനുള്ളത്. അടുത്തത് നമ്മൾ എല്ലാവരുടെയും വീട്ടിൽ ഉള്ളൊരു ഫ്രൂട്ടാണ് പൈനാപ്പിൾ. അതുകൊണ്ട് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു. ഉപ്പിടാൻ പോകുന്നു. ആവശ്യത്തിന് കുരുമുളക് പൊടി. ഇനി അവസാനമായിട്ട് നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 കപ്പ് മയോണൈസ്. 1 കപ്പ് മയോണൈസ് ആണ് നമ്മൾ മിക്സിന് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് മയോണൈസ് എല്ലായിടത്തേക്കും തിരിച്ചിരിക്കും. അപ്പോൾ നമ്മുടെ റഷ്യൻ സലാഡ് റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മുടെ ആ വേവിച്ചിട്ട് എല്ലാ വെജിറ്റബിൾസും മയോണൈസും നല്ല സെറ്റായിട്ട് വേവിച്ച് വന്നിട്ടുണ്ട്. ബൗളിലേക്ക്